വർഷം സംസ്ഥാനത്ത് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തിയത് ഇടുക്കി ജില്ലയിലേക്കായിരുന്നു. ആകെ 2.58 കോടി സഞ്ചാരികളിൽ 46.79 ലക്ഷം പേരുമെത്തിയത് ഇടുക്കിയുടെ മലയോരങ്ങളിലേക്ക്. ഹൈറേഞ്ചിന്റെ അഭൗമമായ ഭംഗി, മേഘങ്ങളെ തൊടുന്ന മലനിരകൾ, തേയിലത്തോട്ടങ്ങളുടെ അനന്തമായ പച്ചപ്പ് എല്ലാം സഞ്ചാരികളെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഇങ്ങനെ ഒരു ചെറിയൊരു പരിപാടികൾ ആസൂത്രണം ചെയ്ത് വരുന്നുണ്ട്. അത് താല്പര്യമുള്ള കേസാണ്. മാറ്റങ്ങൾ ഓരോ വർഷവും അനുഭവപ്പെടുന്നുണ്ട്. മൂന്നാർ, വാഗമൺ, ഇടുക്കി അണക്കെട്ട് എന്നിവയാണ് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങൾ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള റോഡ് വികസനം, പാർക്കിംഗ് സൗകര്യം, ശുചിമുറികൾ, സന്ദർശക കേന്ദ്രങ്ങളുടെ ആധുനികവത്കരണം എന്നിവയിൽ ടൂറിസം വകുപ്പ് മികച്ച ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോഴത്തെ കാലയളവിൽ ടൂറിസം ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിനാണല്ലോ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. ട്രാവൽ ചെയ്യുക, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ വഴികൾ, മറ്റേ റിസോർട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ട്. ട്രാവൽ ചെയ്യാനുള്ള ഒരു സുഗമമായ ഒരു സംഭവം ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സർക്കാർ ഗസ്റ്റ് ഹൌസുകളും റിസോർട്ടുകളും നവീകരിച്ചത് കുടുംബസഞ്ചാരികൾക്കും വിദേശ സഞ്ചാരികൾക്കും ജില്ലയിലേക്കുള്ള യാത്ര കൂടുതൽ പ്രിയപ്പെട്ടതാക്കി. എടുത്തു പറയേണ്ടതാണ് പീരുമേട് എക്കോ ടൂറിസം ലോഡ്ജ്. സുസ്ഥിര ടൂറിസം വികസനത്തിന് ഉത്തമ മാതൃകയാണ് ഇടുക്കി. ടൂറിസം വളർച്ചയും പരിസ്ഥിതി സംരക്ഷണവും ഒരുപോലെ കൈകോർക്കുമ്പോൾ നാട്ടുകാരും പ്രതീക്ഷയിലാണ്. മീഡിയ 1 ഇടുക്കി.